വിഡിവൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയമാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. 4 വർഷ ഡിഗ്രി പഠനം, മാറ്റങ്ങൾ, സാധ്യതകൾ എന്നിവയാണ് വിഷയം. ഈ വർഷം മുതൽ കേരളത്തിലെ ഡിഗ്രി പഠനം 4 വർഷമായി മാറുകയാണ്. ഈ മാറ്റത്തെ പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 വർഷ ബിരുദത്തിന് ചേരുന്നവർക്ക് 3-ാം വർഷ ബിരുദവും 4-ാം വർഷവും ഹോണേഴ്സ് ബിരുദവുമാണ് ലഭിക്കുക. ഓണേഴ്സ് ഡിഗ്രിക്കാർക്ക് PG 1 വർഷം പഠിച്ചാൽ മതി. 4 വർഷത്തെ കോഴ്സ് വിദ്യാർത്ഥികൾക്ക് അത് അതിർവരമ്പുകളില്ലാതെ വ്യത്യസ്ത വിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും ഇതിനു വേണ്ട കഴിവുകളെപ്പറ്റി പരിവേഷണം ചെയ്യുവാനും അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് പ്രത്യേകത. അത് അവനവന് ചേരുന്ന എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ കരിയർ പാതകളെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ യുവതലമുറയെ പ്രാപ്തരാക്കുന്നു. ഇത് കരിയർ രംഗത്ത് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് കോൾ സെന്ററിൽ നിന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നത്. ഇതിനായി MES പൊന്നാനി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനസ് എടാരത്ത് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം JCI ഇന്ത്യ നാഷണൽ ട്രെയിനർ കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ മുതൽ തന്നെ വിളിച്ചു ചോദിക്കാം. സാർ നമസ്കാരം, കോൾ സെന്ററിലേക്ക്. തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഈ 4 വർഷ ഡിഗ്രി എന്ന് പറയുന്നത്, അതിൻ്റെ പ്രത്യേകത? 4 വർഷ ഡിഗ്രി നിലവിൽ നമ്മുടെ 3 വർഷം ഉള്ള ഡിഗ്രി അതേ അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വർഷം കൂടി 4-ാമത്തെ വർഷം ഹോണേഴ്സ് അല്ലെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഈ ഒരു സംവിധാനത്തോടു കൂടി അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അവസരമാണ് ഈ ഒരു 4 വർഷ ബിരുദ പ്രോഗ്രാമിലൂടെ നേടാൻ കഴിയുന്നത് കുട്ടികൾക്ക്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളും 4 വർഷ ഡിഗ്രി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 വർഷ ഡിഗ്രി കഴിയുന്ന പല വിദ്യാർത്ഥികളും 4-ാമത്തെ വർഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതിന് ഉള്ള ഒരു മാറ്റവും കൂടിയാണ് ഈ 4 വർഷ ഡിഗ്രിയിലേക്കുള്ള മാറ്റം എന്നുള്ളത്. അതിൻ്റെ സവിശേഷതകൾ എന്താണ്? ഇതിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ 3 രൂപത്തിലുള്ള ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത. 3 വർഷം എന്ന് ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞത് 3 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ. അതായത് 133 ക്രെഡിറ്റ് പൂർത്തിയാക്കിക്കൊണ്ട് 3 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാനുള്ള ഒരു അവസരമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് 4-ാമത്തെ വർഷം ഒരു 44 ക്രെഡിറ്റും കൂടി ആഡ് ചെയ്തുകൊണ്ട് 177 ക്രെഡിറ്റ് പൂർത്തിയാക്കിക്കൊണ്ട് ഹോണേഴ്സ് ബിരുദം കരസ്ഥമാക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇനി അതല്ല, കുട്ടി കുറച്ചുകൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ കുട്ടിക്ക് ഒരു 3 കോഴ്സിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് ഹോണേഴ്സ് വിത്ത് റിസർച്ച് പൂർത്തിയാക്കാനുള്ള അവസരമുണ്ട്. ഇതിലൂടെ 4 വർഷം ഗ്രാജുവേഷൻ പൂർത്തിയാവുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിദ്യാർത്ഥിക്ക് 1 വർഷം കൊണ്ട് PG പൂർത്തിയാക്കാൻ പറ്റും. ഇനി അതല്ല, ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച് കഴിയുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റായിട്ട് PhDക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരവും കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇപ്പം പലരുടെ ആശങ്ക, പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ 3 വർഷം നേരത്തെ ഡിഗ്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 വർഷം കൂടെ അധികമായി പോകുന്നു എന്നുള്ള ഒരു ആശങ്കകൾ പല രക്ഷിതാക്കൾക്കും ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഡിഗ്രിക്ക് ചേരുവാണെങ്കിൽ എനിക്ക് 3 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് പോരാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഈ ഒരു ആശങ്ക ശരിക്കും അസ്ഥാനത്തുള്ള ഒരാശങ്കയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും 3 വർഷം കഴിയുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 3 വർഷം ബിരുദം പൂർത്തിയാക്കിക്കൊണ്ട് ബിരുദം അവസാനിപ്പിക്കാവും. നിലവിലുള്ള സംവിധാനത്തിലൂടെ 2 വർഷത്തെ PGക്കോ അല്ലെങ്കിൽ 2 വർഷത്തെ BEdനോ ഈ കുട്ടിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള മാറ്റം 2020 UGC ആരംഭിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അത് വാസ്തവമാണോ? തീർച്ചയായിട്ടും ഭാഷാ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് 4 വർഷ ബിരുദത്തിൽ വലിയ വ്യത്യാസങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത്. നിലവിലുള്ള ഭാഷാ പഠനവും വോള്യം വെച്ച് നോക്കുമ്പോൾ ഭാഷാ പഠനം കുറയുന്നുണ്ടെങ്കിൽ കൂടി നേരത്തെ ഉണ്ടായിരുന്ന ഭാഷാ പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നാണ് ഇനി ഭാഷാ പഠനം അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠനമാണെങ്കിലും മറ്റ് ഭാഷാ പഠനമാണെങ്കിലും എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നുള്ള രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ഭാഷാ പഠനത്തിൽ കുട്ടി ആർജിച്ചെടുക്കേണ്ട ലിസണിങ് സ്കിൽ, റീഡിംഗ് സ്കിൽ, സ്പീക്കിംഗ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, ഇങ്ങനെയുള്ള സ്കില്ലുകൾ, കുട്ടിയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള രൂപത്തിലേക്കാണ് ഇനി ഭാഷാ പഠനം മുന്നോട്ട് പോകുന്നത്. അത് ഈ ഒരു 4 വർഷ ഡിഗ്രിയുടെ ഒരു
സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വിദേശ സർവകലാശാലകളെ തേടി പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇപ്പോൾ കേരളത്തിൽ വിദേശത്ത് എന്ത് പഠിപ്പിക്കുന്നു ആ സമാനമായ വിദ്യാഭ്യാസ സമ്പ്രദായമല്ലേ നമ്മുടെ കേരളത്തിൽ ഈ ജൂലൈ മുതൽ പഠിപ്പിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അതിനോട് കിടപിടിക്കുന്ന രൂപത്തിൽ വിദേശ സർവകലാശാലകളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനോട് കിടപിടിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനം നിലവിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് സവിശേഷത. തീർച്ചയായിട്ടും അതിൽ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പാത്വേസുകൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു ഇതിൻ്റെ ഒരു സവിശേഷത. ഇപ്പോൾ പ്രത്യേകിച്ച് BSc കെമിസ്ട്രി എടുക്കുന്ന ഒരാൾക്ക് അവർക്ക് തീർച്ചയായിട്ടും ആശങ്ക കാണും. ഞാൻ 3 വർഷം BSc കെമിസ്ട്രി എടുത്തു, ഇപ്പോൾ 4-ാം വർഷം ഞാൻ എന്തിനെ ബേസ് ചെയ്ത് പഠിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉപരി സബ്ജക്റ്റുകൾ ഏതെങ്കിലും എങ്ങനെയാണ് അതിനെ പഠിക്കാൻ കഴിയും? ഇവിടെ നിലവിലുള്ള ഇപ്പോൾ സാറ് അജി സൂചിപ്പിച്ചതുപോലെ ഒരു BSc കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആ കുട്ടിയുടെ കോംപ്ലിമെൻ്ററി വിഷയം എന്ന് നമ്മൾ പറയും. അത് ഒരുപക്ഷെ ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കാം. അത് ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ അതത് കോളേജുകളോ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു വിഷയങ്ങൾ മാത്രമാണ് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നത്. എന്നാൽ ഈ ഒരു പുതിയ സംവിധാനത്തിന് കീഴിൽ വരുന്നതോടുകൂടി BSc കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ആ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ സബ്ജക്റ്റുകളുടെ പൂളുകൾ, ബക്കറ്റുകൾ ആ കുട്ടിയുടെ മുന്നിൽ അവൈലബിൾ ആണ്. ആ ബാസ്ക്കറ്റിൽ നിന്ന് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള വിഷയം സെലക്ട് ചെയ്തുകൊണ്ട് മൈനർ കോഴ്സ് എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. ആ മൈനർ കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ സംജാതമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു പുതിയ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. BSc കെമിസ്ട്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചറിൽ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ പേപ്പറുകൾ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. എക്കണോമിക്സ് പഠിക്കുന്ന ഒരു BA എക്കണോമിക്സിന് ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ കുട്ടിക്ക് ഒരു എക്കണോമിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്തമാറ്റിക്സ് മൈനർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൈനർ എടുക്കാനുള്ള അവസരം ഈ പുതിയ സംവിധാനത്തിലുണ്ട്. നിലവിലുള്ള സംവിധാനത്തിൽ അതൊന്നുമില്ല. അത് പുതുതായിട്ട് വരുന്നൊരു ഫെസിലിറ്റിയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ സംശയം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: എനിക്ക് അധ്യാപകനാകണമെന്നാണ് ആഗ്രഹം. ഞാൻ 3 വർഷത്തെ ഡിഗ്രി എടുത്തു. 3 വർഷത്തെ ഡിഗ്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ BEdും 2 വർഷം എടുക്കുന്നു. അപ്പോൾ എനിക്ക് 5 വർഷമാണ് ആകെ വേണ്ടി വരിക. ഈ 4-ാം വർഷം ബിരുദം വരുമ്പോൾ എനിക്ക് 6 വർഷം ആകെ നഷ്ടമാകുന്നു എന്നുള്ളൊരു ആശങ്ക ഇവർക്ക് വരുന്നുണ്ടോ? മറ്റൊന്ന്, PGയും കൂടെ ചെയ്യുമ്പോഴത്തേന് അവർക്ക് വീണ്ടും 2 വർഷം അധികമാവുകയാണ്. അത്തരമുള്ള ആശങ്കകൾക്ക് എങ്ങനെയാണ് നമുക്കൊരു പരിഹാരമാർഗം കണ്ടെത്താൻ കഴിയുക? BEdനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ BEdൻ്റെ കരിക്കുലത്തിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എലിജിബിലിറ്റിയിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ BEdന് ജോയിൻ ചെയ്യാം. അപ്പം 3+2 നിലവിലുള്ള അതേ പാറ്റേണിൽ തന്നെ ആ കുട്ടിക്ക് BEd വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ പറ്റും. ഇനി അജി ചോദിച്ചത് PGനെ സംബന്ധിച്ചാണ്. PG ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 3 വർഷം ക്വിറ്റ് ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തെ PG അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതല്ല, ഹോണേഴ്സ് ആണ് കുട്ടി ചെയ്യാൻ പോകുന്നത് എങ്കിൽ 2-ാം വർഷ PGയിലേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കുട്ടിയുടെ മുന്നിലുണ്ടാവും. അപ്പം കുട്ടി 1 വർഷം PG ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ PG 5 വർഷം കൊണ്ട് തന്നെ ഡിഗ്രിയും PGയും പൂർത്തിയാവുന്ന രൂപത്തിലാണ് ഈ ഒരു സംവിധാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, 40 വർഷത്തിന് ശേഷം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ ഒരു മാറ്റമല്ലേ ഈ വിദ്യാഭ്യാസ നയമാറ്റം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും എൻ്റെയൊക്കെ ഒരു പഠന കാലയളവ് വെച്ച് നോക്കുമ്പോൾ ഈ കാലയളവിലെല്ലാം ഡിഗ്രി പഠനം എന്ന് പറഞ്ഞത് ഈ ഒരു രൂപത്തിലാണ്. പഠനകാലവും ഞാൻ അധ്യാപകനായിരിക്കുമ്പോഴൊക്കെ ഈ ഒരു രൂപത്തിലാണ്, ഇപ്പം നിലവിലുള്ള സംവിധാനത്തിലാണ് വന്നിട്ടുള്ളത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചോയ്സ് ഇല്ല എന്നുള്ളതാണ്. ഒരു കുട്ടി BSc കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്യുന്നു, ആ കോളേജിൽ ഫിസിക്സും മാത്തമാറ്റിക്സുമാണ് കോംപ്ലിമെൻ്ററി എങ്കിൽ അത് തന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ BSc ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കോളേജുകളിൽ BSc ഫിസിക്സിൻ്റെ കോംപ്ലിമെൻ്ററി വിഷയങ്ങൾ മാത്തമാറ്റിക്സും അതേപോലെ കമ്പ്യൂട്ടർ സയൻസുമാണ്. ആ മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ആ കുട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ ടീച്ചറാവാൻ പറ്റില്ല. കാരണം ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, കോംപ്ലിമെൻ്ററി വിഷയമായിട്ട് കെമിസ്ട്രി പഠിച്ചിട്ടില്ല.
കാരണം ആ കോളേജിൽ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല, ആ കുട്ടിക്ക് പഠിക്കാനേ കഴിയില്ല. ഇപ്പോഴുള്ള സംവിധാനത്തിൽ ആ കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മൈനർ കോഴ്സ് കെമിസ്ട്രിയിൽ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് BSc ഫിസിക്സിൻ്റെ കൂടെ മൈനറായിട്ട് കെമിസ്ട്രി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ട്. സാർ, നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്. ആശ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്. ആശ, ചോദിച്ചോളൂ. ഹലോ സാർ. ഹലോ, പറയൂ ആശ. ഹലോ പറയൂ ആശ. ഹലോ ആശ, കേൾക്കാം, പറഞ്ഞോളൂ. അതെ, എന്റെ മോളിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ ഈ 4 വർഷത്തെ കോഴ്സ് ആക്കുമ്പോഴത്തേനും ഇവര് PG പഠിച്ചിറങ്ങുന്നതിന് മുന്നേ ഇപ്പൊ ഈയുള്ള പിള്ളേര് പഠിച്ചിറങ്ങൂലേ? ഇല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 4 വർഷം കഴിയുന്ന കുട്ടിക്ക് 1 വർഷം കൊണ്ട് PG ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടി 4 വർഷത്തെ ഹോണേഴ്സ് ബിരുദം കഴിഞ്ഞ് നേരെ 1 വർഷത്തെ PG ചെയ്യാനുള്ള അവസരമുണ്ടാകും. അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ തന്നെ PG കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റും. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ എന്റെ മോള് ഇപ്പൊ പുതിയ കോഴ്സിലെ ബാച്ചിലല്ല, നമ്മളിപ്പോ കഴിഞ്ഞ കൊല്ലം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു, ഈ വർഷം സെക്കൻഡ് ഇയറിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് 2 കൊല്ലം വീണ്ടും PG പഠിക്കണമല്ലോ. വേണം. അപ്പൊ അവിടെ മാഡം 3 വർഷം പൂർത്തിയാക്കുന്ന കുട്ടിക്ക് 1 വർഷം കൊണ്ട് ഡിഗ്രി ചെയ്യാൻ കഴിയില്ല. 4 വർഷം PG ചെയ്യാൻ കഴിയില്ല. 4 വർഷത്തെ ഹോണേഴ്സ് ബിരുദം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് മാത്രമേ 1 വർഷത്തെ PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ ആശ ചോദിച്ചത് പലരുടെയും ഒരു ചോദ്യമാണ്. അത് പലർക്കും ആശങ്ക കാണും. ഇപ്പൊ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അപ്പോൾ അവർക്ക് ഇത് ബാധകമാകുമോ എന്നുള്ളൊരു ആശങ്ക. ഇല്ല, അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സംവിധാനത്തിലൂടെ തന്നെ പോകുന്നു. അവർ 2 വർഷത്തെ PG ചെയ്യണം. പക്ഷേ ഒരു തെറ്റിദ്ധാരണ, 4 വർഷം കഴിഞ്ഞ് 1 ഇയർ PG എന്ന് പറയുമ്പോൾ എല്ലാ PGയും 1 ഇയർ ആകുന്നോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, 3 വർഷം കഴിഞ്ഞ ആളുകൾ 2 വർഷത്തെ PG ചെയ്താൽ മാത്രമേ അവർക്ക് PG ക്വാളിഫിക്കേഷൻ ആകുന്നുള്ളൂ. മറ്റൊന്ന്, ഈ നമ്മുടെ മത്സര പരീക്ഷകൾ ഇപ്പോൾ UPSCയുടെ ആണെങ്കിലും PSCയുടെ ആണെങ്കിലും അതിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് ബിരുദമാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ നയം സമ്പ്രദായം നിലവിൽ വരുമ്പോൾ ഈ പ്രധാനമായിട്ടും ഈ 4 വർഷത്തെ ഡിഗ്രി വേണമോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അതും പലർക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ആശങ്കയ്ക്ക്. ഓക്കെ, ബിരുദം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 3 തരത്തിലുള്ള ബിരുദം പൂർത്തിയാക്കാം. ഗ്രാജുവേഷൻ 3 തരത്തിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കാം. ഇതിൽ 3 വർഷത്തെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ എന്തൊക്കെയാണോ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ വരുന്ന, എലിജിബിലിറ്റി ആയിട്ട് വരുന്ന എന്തൊക്കെ മത്സര പരീക്ഷകളുണ്ടോ ആ മത്സര പരീക്ഷകളിലൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് പങ്കെടുക്കാൻ പറ്റും. അതിൽ 4 വർഷം പൂർത്തിയാവണം എന്ന് നിർബന്ധമില്ല. 4 വർഷം ഹോണേഴ്സ് എന്ന് പറഞ്ഞത് ഒരു അഡീഷണൽ ആയിട്ട് കുട്ടിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് എന്നുള്ളതാണ് ഈ ആശങ്കപ്പെടുന്ന എല്ലാവരോടുമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, മറ്റൊന്ന്, നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതിൽ വലിയ പ്രാധാന്യമുണ്ട്. പലരും ആശ്രയിക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ നമ്മുടെ SN സർവകലാശാലയുടെ കീഴിലായി കഴിഞ്ഞു നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്? നിലവിൽ SNLയുടെ ചില കോഴ്സുകൾക്കൊക്കെ ഓൾറെഡി 4 ഇയറിലേക്ക് മാറാനുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. UGCയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മറ്റു കോഴ്സുകളും ക്രമേണയായിട്ട് അവിടേക്ക് മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെ വേൾഡ് വൈഡ് ആയിട്ട് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും കുട്ടികൾക്ക് കോഴ്സിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഈ പുതിയ 4 ഇയർ UG സംവിധാനത്തിലുണ്ട്. ചില കോഴ്സുകളൊക്കെ കുട്ടിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് അംഗീകൃത സർവകലാശാലകളിൽ നിന്ന് ഓൺലൈൻ കോഴ്സിലൂടെ എടുക്കുന്ന കോഴ്സുകൾ, ആ കോഴ്സുകളുടെ ക്രെഡിറ്റുകൾ നിലവിലുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രിയുടെ കൂടെ ആഡ് ചെയ്ത് ഒരു പേപ്പർ, അവിടുന്ന് എടുത്തൊരു പേപ്പർ ഇവിടെ പഠിക്കേണ്ട എന്നുള്ളൊരവസ്ഥയിൽ ആ ഓൺലൈൻ കോഴ്സുകൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടി എവിടെ എനേബിളാണ്, ഇതിൽ എനേബിളാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഓൺലൈൻ മോഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് മോഡിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ എവിടെയുണ്ട്, ഈ പുതിയ സംവിധാനത്തിലുണ്ട് എന്നുള്ളത്. കോൾ സെൻറ്റർ തുടരുകയാണ്. സാർ, നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡിഫറെൻറ്റ് പാത്ത് വേസ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് പാത്ത് വേസ് നിലവിലുള്ള സംവിധാനത്തെക്കുറിച്ച് പറയാം. നിലവിലുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു മെയിൻ സബ്ജക്റ്റ്, അതേപോലെ 2 കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ്. നമ്മൾ പണ്ട് മെയിൻ സബ് എന്ന് പറഞ്ഞു, പിന്നീട് കോർ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു. ഇനി അതിന് പറയാൻ പോകുന്നത് മേജർ മൈനർ എന്നാണ് പറയാൻ പോകുന്നത്. ഈ മേജർ മൈനർ, എസ്പെഷ്യലി ഈ മൈനറുകളുടെ സെലക്ഷനുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ് ഈ ഡിഫറെൻറ്റ് പാത്ത് വേസ് എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ 5 പാത്ത് വേസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ പാത്ത് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ മേജറാണ്. ഈ സിംഗിൾ മേജർ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 6 കോഴ്സുകളാണ് മൈനറായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ 6 കോഴ്സുകൾ ഏത് വേണമെങ്കിലും ഈ കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാം.
ഇന്ന വിഷയമെന്നില്ല. ആ കോളേജ് ഓഫർ ചെയ്യുന്ന ഏത് കോഴ്സുകൾ എടുത്തുകൊണ്ടും കുട്ടിക്ക് മുന്നോട്ട് പോകാം. ഈ 6ഉം വ്യത്യസ്തമാവുകയും ചെയ്യാം. 6ഉം സെയിം ആയിക്കൊള്ളണമെന്നില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിനാണ്. മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംവിധാനത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെമിസ്ട്രി, അതിൻ്റെ കൂടെ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഫിസിക്സിലെ 3 കോഴ്സുകളും മാത്തമാറ്റിക്സിലെ 3 കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ കുട്ടി മേജറിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന ഡിഗ്രി എന്ന് പറഞ്ഞത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് മേജർ വിത്ത് സിംഗിൾ മൈനർ. ഈ 6 കോഴ്സുകളും സെയിം എടുക്കുക. അപ്പോൾ BSc കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി 6 കോഴ്സുകളും മൈനർ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന ഡിഗ്രി മേജർ വിത്ത് സിംഗിൾ മൈനർ എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്നുള്ളതാണ്. പല കോളേജുകളും പല ഡിപ്പാർട്ട്മെൻറ്റുകളും വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു. ആ വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ ആണ് ഈ കുട്ടി ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന ഡിഗ്രി മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. പിന്നെ അവസാനമായിട്ട് ഇപ്പം നിലവിലുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഡബിൾ മെയിൻ. ചില കോളേജുകളിൽ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി, ചില കോളേജിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഡബിൾ മേജർ ഉണ്ട്. ടോട്ടൽ 68 ക്രെഡിറ്റ് ആണ് മേജറിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. 24 ക്രെഡിറ്റ്സ് ആണ് മൈനറിൽ 6 കോഴ്സുകളിലൂടെ അച്ചീവ് ചെയ്യേണ്ടത്. 92 ക്രെഡിറ്റ് ആണ്. ഇത് 48 ക്രെഡിറ്റ് മേജറിലും 44 ക്രെഡിറ്റ് മറ്റൊരു മൈനർ സബ്ജക്റ്റിലും ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന ഡിഗ്രി ഡബിൾ മെയിൻ എന്ന് പറയുന്ന ഡിഗ്രിയാണ്. ഇങ്ങനെ 5 പാത്വേസ് ആണ് ഈ പുതിയ സംവിധാനത്തിൽ വിഭാവനം ചെയ്തത്. മറ്റൊന്ന് ഈ ഇന്റേൺഷിപ്പ് സമ്പ്രദായമാണ്. അപ്പോൾ സാധാരണ ജേർണലിസം ഉപരിപഠനം എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 3-ാം വർഷത്തിൽ അവൻ ഇന്റേൺഷിപ്പിന് പോകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇന്റേൺഷിപ്പ് സമ്പ്രദായത്തെ എങ്ങനെയാണ് ഇതിൽ കൈകാര്യം ചെയ്യാൻ കഴിയുക? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ, റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് അജി ചോദിച്ചിട്ടുള്ളത്. നിലവിലുള്ള സംവിധാനത്തിൽ പല കോഴ്സുകൾക്കും ഇന്റേൺഷിപ്പ് കമ്പൽസറി പോലും അല്ല. എന്നാൽ പുതിയ സംവിധാനത്തിൽ 2 ക്രെഡിറ്റിന് തത്തുല്യമായിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് കമ്പൽസറിയാണ്. ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്ന ഏത് വിദ്യാർത്ഥിയും ഒരു 2 ക്രെഡിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് പൂർത്തിയായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റേൺഷിപ്പ് നേരത്തെ അജി സൂചിപ്പിച്ച പോലെ ജേർണലിസം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് മാത്രമല്ല, ഏത് ഗ്രാജുവേഷൻ കഴിയുന്ന വിദ്യാർത്ഥിക്കും ഇൻറ്റേൺഷിപ്പ് കമ്പൽസറിയാണ്. അതാണ് ഇൻറ്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകത. മറ്റൊന്ന് ഈ തൊഴിൽ നൈപുണ്യമാണ്. ഈ തൊഴിൽ നൈപുണ്യവുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ഇതിനോടനുബന്ധിച്ച് ലഭിക്കുമ്പോൾ തൊഴിൽ സാധ്യതകൾ എത്രത്തോളം കൂടുതലായിരിക്കും ഈ 4 വർഷം വരുമ്പോൾ? നിലവിൽ ഉള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൊഴിൽ നൈപുണികതക്ക് ധാരാളം നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളറുണ്ട്, ജയപ്രകാശ് പാലക്കാട് നിന്നും. JP ചോദിക്കാം. സർ, മറ്റേ ഈ പോളിടെക്നിക്കല് യെസ്, ഈ ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിന് പോകുന്നതിന് വഴിയാണ് അറിയാനുള്ളത്. പോളിടെക്നിക്കിലെ ലാറ്ററൽ എൻട്രി നമ്മളെ 4 ഇയർ ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ഷൻ വരുന്നില്ല. നോർമലി പോളിടെക്നിക് കഴിഞ്ഞ് ബിടെക് കോഴ്സുകളിലേക്കല്ലേ പോകുന്നത്. അതിലെ ലാറ്ററൽ എൻട്രി പ്രൊവിഷൻ ഇപ്പോഴും അത് സ്റ്റിൽ അവിടെ അവൈലബിൾ ആയിരിക്കും. ബിടെക് അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് കഴിയണം സർ? ഏത് കോഴ്സാണെങ്കിലും ബിടെക്കുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ്, പോളിടെക്നിക് കഴിഞ്ഞവർ സാധാരണഗതിയിൽ ലാറ്ററൽ എൻട്രിക്ക് പ്രിഫർ ചെയ്യാറുള്ളത് ബിടെക് കോഴ്സുകളാണ്. നിലവിലുള്ള 4 വർഷ ഡിഗ്രിയിലേക്ക് നമ്മൾ ബിടെക് ഓൾറെഡി 4 വർഷ ഡിഗ്രിയാണ്. നിലവിലുള്ള ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ആർട്സ് ആൻഡ് സയൻസിലെ കോഴ്സുകളാണ് 4 വർഷത്തിലേക്ക് മാറുന്നത്. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബിടെക്കിലേക്ക് പോകാൻ പറ്റില്ല? ബിടെക്കിലേക്ക് പോകാം, ബിടെക്കിൽ ഓൾറെഡി പോകാം. അത് അവിടെ ബിടെക്കിന്റെ വിദ്യാഭ്യാസ നയത്തിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് കഴിയണ്ടേ സർ? സിവിൽ എഞ്ചിനീയറിംഗ് കഴിയണ്ടേ? സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്ക് പോളിടെക്നിക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്ക് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിന് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നേടാം. കഴിഞ്ഞവർക്കാണല്ലേ? അതെ, കഴിഞ്ഞവർക്കാണ്. ജയപ്രകാശാണ് വിളിച്ചത്, പാലക്കാട്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് തന്നെ തിരികെ വരാം. ജോലി സാധ്യതകൾ എന്ന് പറയുമ്പം വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു, മൈനറുകൾ ഓഫർ ചെയ്യുമ്പം പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇനിയും വൊക്കേഷണൽ മൈനറുകൾ ഓഫർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അത്തരം വൊക്കേഷണൽ മൈനറുകൾ ഓഫർ ചെയ്യുമ്പം അത്തരം വിഷയങ്ങൾ പഠിക്കുന്നതോടുകൂടി കുട്ടിയുടെ പിന്നെ തൊഴിലിനോടുള്ള അഭിരുചിയും തൊഴിലിലേക്ക് പോകാനുള്ള സാധ്യതകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിച്ച് കൂടുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സുകൾ ഈ പുതിയ സംവിധാനത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ സ്കിൽ എൻഹാൻസ്മെൻറ്റുകൾ തീർച്ചയായിട്ടും കുട്ടിയുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ളതാണ്. അതും കുട്ടിയുടെ തൊഴിൽ സാധ്യതയെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കോഴ്സ് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസനത്തിന് എങ്ങനെയാണ് അത് പരിപോഷിപ്പിക്കുക?
വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും കൂടുതലായിട്ട് പലപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും ഭാഷാ പഠനമായിരുന്നു. അതെ. ഭാഷാ പഠനത്തിൽ നിലവിലുള്ള സംവിധാനം, ഭാഷാ പഠനം ഇപ്പോഴും ഉണ്ട്. അത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് തുടരുന്നു എന്നുള്ളതോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനത്തിൽ കുട്ടികളുടെ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട്, കുട്ടിയിലുള്ള മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് വാല്യൂ ആഡഡ് കോഴ്സുകളും കൂടി ഈ ഒരു സംവിധാനത്തിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ്, ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് മാത്രമേ ഒരു 3 വർഷത്തെ ഡിഗ്രിക്ക് കുട്ടി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ വെറും വിഷയ പഠനം മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മൂല്യങ്ങൾ വർദ്ധിക്കാനും ഈ സ്പേസ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സാധാരണ ഒരാളുടെ സംശയം, അതായത് ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് 4 വർഷമാണ്, മറ്റ് കോഴ്സുകൾക്ക് 4, ഇപ്പോൾ നേഴ്സിംഗ് ആണെങ്കിലും MBBS 5 വർഷം, അങ്ങനെ CA 5 വർഷം. അപ്പോൾ ഇത്തരം ഒരു കോഴ്സ് പഠിക്കുമ്പോൾ സാധാ ഒരു ഡിഗ്രി മാത്രമാണ്. മാതാപിതാക്കളുടെ ആശങ്കയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം സാധാ ഒരു ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് എൻ്റെ മകന് ജോലി കിട്ടാനുള്ള സാധ്യത എത്രമാത്രം കൂടുതലാണ് എന്ന് പല രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. അതിനുള്ളൊരു ഉത്തരം കൂടെ. അതിനുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഗ്രാജുവേഷന് വരുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഒരു കോളർ കൂടി ഉണ്ട്. ഹനീഫയാണ് വിളിക്കുന്നത്. ഹനീഫ, ചോദിക്കാം. പറയാ. ഞാൻ എന്റെ മോള് +2 കഴിഞ്ഞിരിക്കുകയാണ്. പറയൂ. ഹലോ. അപ്പൊ അവൾക്കിപ്പോ ഏതിൽ ചേരാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അവള് ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. ഓക്കെ. +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അല്ലേ? ഓക്കെ. അതെ, +2 ഹ്യൂമാനിറ്റീസ് ആണ്. ഓക്കെ. +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ പറഞ്ഞോളൂ. ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. ഇപ്പൊ ഡിഗ്രിക്ക് ചേരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡിഗ്രിക്ക് എടുക്കാൻ വെച്ചപ്പോ ഏത് കോഴ്സാണ് നല്ലതെന്നുള്ളത് അറിയാനാണ്. ഏത് ഗ്രാജുവേഷനാണ് പോവേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സാധാരണഗതിയിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി പോലെയുള്ള വിഷയങ്ങളൊക്കെ ഗ്രാജുവേഷന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കുട്ടി എന്തിനു പോകണമെന്ന് തീരുമാനിക്കുമ്പോൾ കുട്ടിയുടെ ഒരു അഭിരുചി എന്താണ് എന്നുള്ളതും, കുട്ടിയുടെ താല്പര്യം എന്താണ് എന്നുള്ളതും, കുട്ടി ഏത് തൊഴിലിനോടാണ് ആ കുട്ടിക്ക് ആഭിമുഖ്യമുള്ളത് എന്നുള്ളതും ഒരു പരിശോധന നടത്തിയിട്ട് വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ വിധേയമാവുകയാണെങ്കിൽ, പല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കൊടുക്കുന്ന പല സ്ഥാപനങ്ങളും ഏജൻസീസും ഒക്കെ ഉണ്ട്. കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് നല്ലൊരു കോഴ്സ് പറയാവുന്നതാണ്. ഒരു കോളിലൂടെ ഒരു കുട്ടി ഏത് കോഴ്സ് എടുക്കണം എന്ന് പറയുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്. സാർ, നമ്മുടെ സമയപരിമിതി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കോൾ സെന്ററിൽ പ്രേക്ഷകരുടെ വിലപ്പെട്ട ചോദ്യങ്ങൾക്ക് വിലപ്പെട്ട മറുപടി നൽകിയതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. കോൾ സെന്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഈവനിംഗ് എഡിഷൻ കാണാം. ധന്യ വിശ്രമിച്ചിരും. നമസ്കാരം.